ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഫോർ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്യൂടെക് ഓഡിയോസിൻ്റെ USB ബ്ലൂടൂത്ത് ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു റിമോട്ട് കിറ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള യൂസ്ഫുള്ളായ വീഡിയോസ് തുടർന്നും ലഭിക്കാനായി ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ടൈം നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഇതാണ് ഫ്യൂടെക് ഓഡിയോസിൻ്റെ USB ബ്ലൂടൂത്ത് ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു റിമോട്ട് കിറ്റ്. ഇന്നിതിൻ്റെ റിവ്യൂ ആണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇതാണ് റിമോട്ട് കിറ്റിൻ്റെ പ്രീ ബോർഡ് വരുന്നത്. ഫസ്റ്റ് നമുക്കിതിൻ്റെ കണക്ഷൻസൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് പവർ സപ്ലൈ നോക്കാം. ഈ ബോർഡ് എത്ര വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഈ ബോർഡ് വർക്ക് ചെയ്യുന്നത് 12 വോൾട്ട് 1 ആംപിയറിലാണ്. ഇവിടെയാണ് നമ്മൾ പ്ലസ് വോൾട്ട് വരുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഗ്രൗണ്ട് വരുന്നത്. ഇത് സിംഗിൾ സപ്ലൈയിലാണ് വർക്ക് ചെയ്യുന്നത്. റിമോട്ട് കിറ്റിന് SMPS യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ 5.1 ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നത്. ഫസ്റ്റ് പിന്ന് വരുന്നത് ഗ്രൗണ്ടാണ് നമുക്ക് വരുന്നത്. രണ്ടാമത്തെ പിന്ന് ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സെൻറ്റർ, സബ്, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, അങ്ങനെയാണ് വരുന്നത്. ഇതിൽ എല്ലാം RMC കേബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാനും റിമൂവ് ചെയ്യാനും എളുപ്പമാണ്. ഇവിടെയാണ് നമുക്ക് 5.1 DVD ഇൻപുട്ട് വരുന്നത്. ഗ്രൗണ്ട്, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, സബ്, സെൻറ്റർ, ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, ഇങ്ങനെയാണ് വരുന്നത്. ഈ ഭാഗത്താണ് നമുക്ക് സ്റ്റീരിയോ ഇൻപുട്ട് വരുന്നത്. 3 സ്റ്റീരിയോ ഇൻപുട്ടാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഫസ്റ്റ് വരുന്നത് ഗ്രൗണ്ടാണ്. രണ്ടാമത്തത് ലൈന് 1, ലൈന് 2, ലൈന് 3, അങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഈ ഭാഗത്തായിട്ടൊരു പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട്. അത് സബിൻ്റെ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രീസെറ്റാണ്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇവിടെയാണ് നമ്മൾ USB കണക്ട് ചെയ്യേണ്ടത്. USBയുടെ സോക്കറ്റ് ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഈ ഭാഗത്താണ് നമ്മുടെ ഡിസ്പ്ലേ കണക്ട് ചെയ്യേണ്ടത്. ഫ്രണ്ട്സ്, ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. ബ്ലൂ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഇതിൽ നമ്മൾ പെൻഡ്രൈവ് കുത്തി പാട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഏത് സോങ്സ് ആണോ പ്ലേ ചെയ്യുന്നത് അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും. ഫ്രണ്ട്സ്, ഈ ഒരു റിമോട്ട് കിറ്റിനകത്ത് നമുക്ക് USB ബ്ലൂടൂത്ത് 5.1 DVD ഇൻപുട്ട്, 3 ഓക്സ് ഇൻപുട്ട്, അതുപോലെ തന്നെ ഫ്ലാക്ക് ഫയലൊക്കെ നമുക്കിതിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നല്ലൊരു അടിപൊളി റിമോട്ട് കിറ്റ് തന്നെയാണിത്. ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള റിമോട്ട് തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് സാധാ 2 ബാറ്ററിയാണ് വരുന്നത്. ചെറിയ ടൈപ്പുള്ള 2 ബാറ്ററിയാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള റിമോട്ട് തന്നെയാണ്. ഇതാണ് നമ്മുടെ IR സെൻസർ വരുന്നത്. ഇതിലാണ് റിമോട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നത്. IR സെൻസർ വെച്ചില്ലെങ്കിൽ നമുക്ക് റിമോട്ട് വർക്ക് ചെയ്യില്ല. ഇതാണ് ഇതിൻ്റെ എൻകോഡർ വരുന്നത്. റോട്ടറി എൻകോഡറാണ്. ഇതൊരു മാസ്റ്റർ കൺട്രോളായും നമ്മൾ ഓരോ പ്രസ് ചെയ്യുമ്പോൾ അതൊരു സെലക്ടർ സ്വിച്ചായും വർക്ക് ചെയ്യുന്നതാണ്. ഇതിൽ നമുക്ക് എല്ലാ സ്പീക്കറിൻ്റെയും വോളിയം കൂട്ടാനും കുറക്കാനും പറ്റും. അതുപോലെ തന്നെ ഇൻപുട്ട് സെലക്ട് ചെയ്യാനും പറ്റും. ഇതാണ് നമ്മുടെ USB സോക്കറ്റ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സോക്കറ്റ് തന്നെയാണ് വരുന്നത്. ഇതാണ് നമുക്കിത് കണക്ട് ചെയ്യാനുള്ള RMC കേബിൾസ് എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ റിമോട്ട് കിറ്റിൻ്റെ പ്രീ ബോർഡ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള PCBിൽ തന്നെയാണ് ഇവർ ഈ ബോർഡ് ചെയ്തിരിക്കുന്നത്. സോൾഡറിങ് എല്ലാം നല്ല നീറ്റായിട്ടുള്ള സോൾഡറിങ് തന്നെയാണ്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കമ്പോണൻസ് എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് തുടർന്നും ലഭിക്കാനായി ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ടൈം നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. ഈ റിമോട്ട് കിറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വച്ചിട്ടുണ്ട്. അത് നോക്കി വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കോള് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെ ഇറ്റ്സ് മീ ജിതിൻ സൈനിങ് ഓഫ് ഫ്രം ഫോർ മലയാളം.